വിദേശത്ത് തൊഴിൽ തേടുന്നവർക്കായി പുതുവർഷത്തിൽ മികച്ച തൊഴിൽ വിസകൾ അവതരിപ്പിച്ചിരിക്കുകയാണ് രാജ്യങ്ങൾ. ആഗോള തൊഴിൽ വിപണികൾ വികസിക്കുന്നത് തുടരുന്നതിനാൽ തൊഴിലാളികൾക്കായി ചില തൊഴിൽ വിസ പ്രോഗ്രാമുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഈ വിസകൾ വിദഗ്ധ തൊഴിലാളികളെ ആകർഷിക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. ചില രാജ്യങ്ങളിൽ തൊഴിൽ ക്ഷാമവും നൈപുണ്യ വിടവുകളും പരിഹരിക്കുന്നതിനായാണ് കൂടുതൽ അപേക്ഷാ പ്രക്രിയ ലളിതമാക്കുന്നതിനായി വിസ പ്രോഗ്രാമുകൾ രൂപീകരിച്ചത്. 2024 5 തൊഴിൽ വിസ പ്രോഗ്രാമുകൾ ലഭിക്കാൻ ഏറ്റവും എളുപ്പമായി മാറിയ ആ വിസകൾ തന്നെയാണ് 2025 ചില മാറ്റങ്ങളുമായി ഒന്ന് പൊടി തട്ടിയെടുത്തത്. ഇനി ഏതൊക്കെയാണ് ആ മികച്ച 5 വിസകൾ എന്ന് നോക്കാം. എസ്റ്റോണിയയുടെ ഡി വിസ. എസ്റ്റോണിയയുടെ ഡി വിസ എളുപ്പത്തിൽ നേടാവുന്ന ഒരു വിസയാണ്. ഇത് പ്രത്യേകിച്ച് ടെക് സ്റ്റാർട്ടപ്പ് മേഖലകളിൽ ഉള്ളവർക്കായാണ് രൂപീകരിച്ചത്. എസ്റ്റോണിയയുടെ ഗവൺമെന്റ് ഡിജിറ്റൽ നവീകരണത്തിന് മുൻഗണന നൽകുന്നത് തുടരുന്നു. അതുകൊണ്ട് തന്നെ വളർന്നുവരുന്ന സാങ്കേതിക ആവാസ വ്യവസ്ഥയിലേക്ക് സംഭാവന നൽകാൻ വിദഗ്ധരായ പ്രൊഫഷണലുകളെ തേടുകയാണ് ഗവൺമെന്റ്. ഈ വിസ അതിന്റെ ലളിതമായ അപേക്ഷാ പ്രക്രിയ ആയതിനാൽ ഡിജിറ്റൽ വിദൂര തൊഴിലാളികൾക്ക് വളരെ ആകർഷകമാണ്. കൂടാതെ ഒരു മുൻനിര ഡിജിറ്റൽ രാഷ്ട്രമാക്കാനുള്ള രാജ്യത്തിന്റെ ലക്ഷ്യം ഡി വിസ കൂടുതൽ എളുപ്പത്തിൽ ലഭിക്കാനും സാധിക്കുന്നു. മാത്രമല്ല വിദേശ തൊഴിലാളികളെ വിദൂരമായി ബിസിനസ്സുകൾ സ്ഥാപിക്കാൻ സഹായിക്കുന്ന ഈ റെസിഡൻസി പ്രോഗ്രാമുകളുടെ വളർച്ചയെ ഇത് പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ലിത്വാനിയയുടെ തൊഴിൽ വിസ. സാങ്കേതികവിദ്യ, ഉൽപാദനം, ലോജിസ്റ്റിക് തുടങ്ങിയ പ്രധാന മേഖലകളിലേക്ക് തൊഴിലാളികളെ തേടിയാണ് ഈ തൊഴിൽ വിസ അവതരിപ്പിച്ചത്. രാജ്യം നൈപുണ്യ ദൗർലഭ്യം നേരിടുന്നതായി ചില റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തിറങ്ങിയിരുന്നു. എന്നാൽ ആ അവസ്ഥയെ മറികടക്കാനാണ് ലിത്വാനിയയുടെ തൊഴിൽ വിസ പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വൈദഗ്ധ്യമുള്ള തൊഴിലാളികൾക്ക് ലളിതമാകുന്ന രീതിയിലാണ് ഈ പ്രക്രിയ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വിദേശ പ്രൊഫഷണലുകൾക്ക് വർക്ക് പെർമിറ്റ് നേടുന്നത് എളുപ്പമാക്കുകയും ചെയ്യുന്നു. കൂടാതെ വർഷത്തിന്റെ മധ്യത്തിൽ ലിത്വാനിയ കർശനമായ ആവശ്യകതകൾ അവതരിപ്പിച്ചിരിക്കുന്നു. ഒപ്പം കൂടുതൽ കാലം താമസിക്കാൻ താൽക്കാലിക റെസിഡൻസ് പെർമിറ്റും അവതരിപ്പിച്ചു. ഇതൊക്കെയും കുടിയേറ്റം മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിനുള്ള രാജ്യത്തിന്റെ ശ്രമത്തിന്റെ ഭാഗമാണ്. അതേസമയം അവർക്ക് ആവശ്യമായ പ്രതിഭകളെ ഇത് ആകർഷിക്കുകയും ചെയ്യുന്നു. ഈ ക്രമീകരണങ്ങൾ ഉണ്ടായിരുന്നിട്ടും ലിത്വാനിയയുടെ തൊഴിൽ വിസ തൊഴിൽ തേടുന്നവർക്കുള്ളിൽ 2025 ഉയർന്ന ഡിമാൻഡുള്ള വിസയായി മാറുമെന്നാണ് ലിത്വാനിയ പ്രതീക്ഷിക്കുന്നത്. ന്യൂസിലാൻഡിന്റെ വിദഗ്ധ കുടിയേറ്റ വിസ. വിദേശ പ്രൊഫഷണലുകൾക്ക് അനുകൂലമായ ഓപ്ഷനുകളിലൊന്നാണ് ന്യൂസിലാൻഡിലെ നൈപുണ്യമുള്ള കുടിയേറ്റ വിസ. പ്രത്യേകിച്ച് ആരോഗ്യ സംരക്ഷണം, എഞ്ചിനീയറിംഗ്, IT തുടങ്ങിയ മേഖലകളിൽ വിദഗ്ധ തൊഴിലാളികളെ ആകർഷിക്കുന്നതിനായാണ് രാജ്യം ഈ വിസ പദ്ധതികൾ പുറത്തിറക്കിയത്. 2024 ഉയർന്ന യോഗ്യതയുള്ള വ്യക്തികളെ താമസത്തിനായി ആകർഷിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനായി വിസ സംവിധാനം ന്യൂസിലാൻഡ് അപ്ഡേറ്റ് ചെയ്തിരുന്നു. കൂടാതെ അപേക്ഷകർ അവരുടെ കഴിവുകൾ, യോഗ്യതകൾ, ന്യൂസിലാൻഡിലെ പ്രവൃത്തി പരിചയം എന്നിവയെ അടിസ്ഥാനമാക്കി കുറഞ്ഞത് 6 പോയിന്റുകൾ സ്കോർ ചെയ്യേണ്ടതുണ്ട്. കൂടാതെ ഒരു അംഗീകൃത തൊഴിലുടമയിൽ നിന്നുള്ള ഒരു ജോലി വാഗ്ദാനവും ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ യോഗ്യത നേടുന്നതിന് നിലവിൽ രാജ്യത്ത് ഒരു വിദഗ്ധ റോളിൽ ജോലി ചെയ്തിരിക്കണം. ഇത് നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ വിജയിച്ച അപേക്ഷകർക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കൂ. പ്രോസസ്സിംഗ് സമയത്തെ ബാധിച്ചേക്കാവുന്ന ആപ്ലിക്കേഷനുകളുടെ എണ്ണം ഇമിഗ്രേഷൻ നിയന്ത്രിക്കാനും ന്യൂസിലാൻഡ് തീരുമാനിക്കുന്നുണ്ട്. അപേക്ഷകരുടെ റെസിഡൻസി അപേക്ഷ പ്രോസസ് ചെയ്യുമ്പോൾ ന്യൂസിലാൻഡിൽ തുടരാൻ സഹായിക്കുന്നതിന് ഒരു പുതിയ ഇടക്കാല വിസ കൂടെ അവതരിപ്പിച്ചിട്ടുണ്ട്. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് സംഭാവന നൽകാൻ കഴിയുന്ന വിദഗ്ധ കുടിയേറ്റക്കാരെ ആകർഷിക്കുക എന്നതാണ് ഈ മാറ്റങ്ങൾ കൊണ്ട് ലക്ഷ്യമിടുന്നത്. കൂടാതെ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്കായി വിസ പ്രോസസ്സിംഗ് നടപടികൾ കൂടുതൽ എളുപ്പമാക്കുകയും ചെയ്യുന്നു. ഓസ്ട്രേലിയയുടെ വർക്കിംഗ് ഹോളിഡേ വിസ. ഓസ്ട്രേലിയയുടെ വർക്കിംഗ് ഹോളിഡേ വിസ പ്രോഗ്രാം ഹോസ്പിറ്റാലിറ്റി, ടൂറിസം, കൃഷി തുടങ്ങിയ സീസണൽ താൽക്കാലിക വ്യവസായങ്ങളിലെ തൊഴിൽ വിടവുകൾ പരിഹരിക്കുന്നതിനായി രൂപീകരിച്ചതാണ്. ചെറുപ്പക്കാരായ തൊഴിലാളികൾക്ക് ഈ വിസ പ്രത്യേകിച്ചും ആകർഷകമാണ്. കാരണം ഇതവരെ ഓസ്ട്രേലിയയിൽ ജീവിക്കാനും ജോലി ചെയ്യാനും അനുവദിക്കുന്നു. തൊഴിലാളികളുടെ കുറവ് നികത്തുന്നതിൽ പ്രത്യേകിച്ച് പീക്ക് സീസണുകളിൽ ഈ പ്രോഗ്രാം വളരെ പ്രദാനം ചെയ്യുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഈ വർഷം ഓസ്ട്രേലിയ വിസയ്ക്കുള്ളിൽ വഴക്കം നിലനിർത്തുന്നത് തുടരുന്നുണ്ടെങ്കിലും പ്രോഗ്രാമിന്റെ യോഗ്യത വർദ്ധിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾ, പ്രായപരിധി വർദ്ധിപ്പിക്കൽ, പങ്കെടുക്കുന്ന രാജ്യങ്ങളുടെ പട്ടിക വിപുലീകരിക്കാനും സാധ്യതയുണ്ട്. ജർമ്മനിയുടെ തൊഴിലന്വേഷക വിസ.
ജർമ്മനിയിലെ തൊഴിലന്വേഷക വിസ വിദഗ്ധരായ പ്രൊഫഷണലുകൾക്ക് രാജ്യത്ത് പ്രവേശിക്കാനും ആരോഗ്യ സംരക്ഷണം, എഞ്ചിനീയറിംഗ്, IT തുടങ്ങിയ തൊഴിൽ ക്ഷാമമുള്ള മേഖലകളിൽ ജോലി തേടാനും അനുവദിക്കുന്നു. കൂടാതെ ഈ വിസ ജർമ്മനിയുടെ പ്രായമായ ജനസംഖ്യയെ അഭിസംബോധന ചെയ്യുന്നതിനും തൊഴിൽ വിപണിയിലെ വിടവുകൾ നികത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ വിസ തൊഴിൽ തേടുന്നവർക്കായി അവതരിപ്പിച്ചത്. തൊഴിലന്വേഷക വിസ 2024 അതിനുശേഷവും വിദഗ്ധ തൊഴിലാളികൾക്ക് ഒരു ജനപ്രിയ ഓപ്ഷനായി തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നു. 2025 ബ്യൂറോക്രാറ്റിക് തടസ്സങ്ങൾ കൂടുതൽ ലഘൂകരിക്കാനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് ഡാഡ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിദേശ പ്രതിഭകൾക്ക് തൊഴിൽ ശക്തിയിലേക്ക് കൂടുതൽ വേഗത്തിൽ സംയോജിപ്പിക്കാൻ കഴിയുമെന്ന് രാജ്യം ഉറപ്പു നൽകുകയും ചെയ്യുന്നു. ഈ 5 തൊഴിൽ വിസകളാണ് 2025 തൊഴിൽ അന്വേഷിക്കുന്നവർക്കായി അവതരിപ്പിച്ചിട്ടുള്ളത്.